കുറച്ച് നോമ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഒന്നാമത്തെ നോമ്പ് പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് നന്നായിട്ട് കഴിഞ്ഞു. ഞാൻ അന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമുക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാൻ കുറച്ചൊരു ഉഷാറൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് പത്തിരി മറ്റേ പുട്ടും അപ്പത്തിലേക്കൊക്കെ മാറും കേട്ടോ, പറ്റില്ലാണ്ട് വരും. അപ്പോൾ ഞാൻ അന്ന് പത്തിരിയാണ് ഉണ്ടാക്കിയത്. മോളും നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് നോമ്പ് പിടിച്ചതിന്. കഴിഞ്ഞ വർഷമൊക്കെ നോമ്പ് പിടിച്ചെങ്കിലും അത് മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറിയിൽ എനിക്ക് കുറച്ച് കാഷ്യൂം തേങ്ങയും കൂടെയൊക്കെ അരച്ച് ഞാൻ ചേർത്തു. കാരണം മക്കൾക്ക് അധികം എരിവൊന്നും പറ്റില്ല. പിന്നെ റമദാനിൽ നമ്മൾ അധികം എരിവ് കുറച്ചിട്ട് കറികൾ ഉണ്ടാക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ അതിൽ മോൾക്ക് നോമ്പ് പിടിച്ചിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനതുകൊണ്ട് സ്കൂളിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മോള് പറഞ്ഞുകൊണ്ട് കുറച്ച് കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കി, കുറച്ച് നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങ് കൊടുത്ത പാട് ഞാൻ മോൾക്ക് നട്ട്സും കുറച്ച് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ കൊടുത്തത്. പെട്ടെന്ന് ഇനിയിപ്പോൾ വല്ല ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നത്. കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ചുമയും നീർക്കെട്ടൊക്കെ ആയതുകൊണ്ട് അധികം തണുപ്പ് പറ്റില്ല. അപ്പോൾ മോള് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടൊന്ന് ചിരിച്ചാട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവൾക്ക് ചായയൊക്കെ കൊടുത്തത് കേട്ടോ. പതുക്കെ അവൾ കഴിച്ച് അവൾക്ക് കറിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതെനിക്കൊരു സന്തോഷമായിട്ടോ.